കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുന്നു. ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്നത് നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ പല സ്ഥലങ്ങളിൽ എന്നിൽ കൂടെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. പല സ്ഥലങ്ങളിൽ സഭകൾ ആരംഭിക്കുവാൻ ഇടയായി തീർന്നു. ആ കയ്പും മധുരവുമേറിയ ചരിത്രങ്ങൾ നിങ്ങളോടൊന്ന് വിവരിക്കുവാനാണ് ഈ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ 1980 ബഥേൽ ബൈബിൾ കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ എടുത്ത ശേഷം എൻ്റെ ഹൃദയത്തിൽ ആഴമായ ഒരു ഭാരം ഉണ്ടായി. നോർത്ത് ഇന്ത്യയിൽ പോയി സുവിശേഷ വേല ചെയ്യണമെന്ന്. അങ്ങനെ നോർത്ത് ഇന്ത്യയെക്കുറിച്ച് വലിയ കേൾവിയൊന്നും കേൾക്കുകയോ അതിനെക്കുറിച്ച് ഒരു നല്ല അറിവ് എനിക്ക് ലഭിക്കുകയോ ചെയ്തിട്ടില്ല. എങ്കിൽ തന്നെ പലരുടെയും വായിൽ നിന്ന് ഞാൻ കേട്ടു, നോർത്ത് ഇന്ത്യയിൽ മിഷണറിമാരില്ല, ക്രിസ്തീയ പ്രവർത്തനങ്ങളില്ല, യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവർ തന്നെ നോർത്ത് ഇന്ത്യയിൽ ചുരുക്കമാണ്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയെക്കുറിച്ചുള്ള ആത്മഭാരം എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായി വന്നു. ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷണറിയായി അയക്കണമെന്ന്. ആ സമയങ്ങളിലെങ്ങും നോർത്ത് ഇന്ത്യയിലേക്ക് വിടുവാൻ വേണ്ടി സംഘടനകളോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തികളോ അതിനുവേണ്ടി സഹായമോ സപ്പോർട്ടോ അല്ലെങ്കിൽ സംഘടനകൾ നോർത്ത് ഇന്ത്യയിലെ ഒരു മിഷണറിയായി അയക്കുന്നതിനോ തയ്യാറില്ലായിരുന്നു. അങ്ങനെയൊരു സിസ്റ്റമേ നമ്മുടെ സംഘടനകളിലെങ്ങും തന്നെ ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ സ്വയമായി പോകുവാൻ തീരുമാനിച്ചു. എന്ത് പ്രതികൂലവും പ്രയാസവും സഹിക്കേണ്ടി വന്നാലും നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷണറിയായി പോകുക എന്നുള്ളതായിരുന്നു. എന്നാൽ എവിടേക്ക് പോകണം എന്നുള്ളതിനെക്കുറിച്ചും തന്നെ എനിക്ക് അറിയയില്ലായിരുന്നു. ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഉള്ള സമയമാണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠ സഹോദരൻ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. പർലി എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അദ്ദേഹത്തോടെ ലെറ്റർ എഴുതി ചോദിച്ചു, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു മിഷണറി ആയിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. മഹാരാഷ്ട്രയിലേക്ക് വന്നാൽ എനിക്ക് പ്രവർത്തിക്കുന്നതിനോ അങ്ങനെയുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു അറിവ് എനിക്ക് തരണമെന്ന് പറഞ്ഞു. അദ്ദേഹം പൂർണ്ണമായി വിലക്കി. കാരണം നോർത്ത് ഇന്ത്യയിൽ നീ വന്നു കഴിഞ്ഞാൽ ഇവിടെ സുവിശേഷകമോ ചർച്ചുകളോ കൂട്ടായ്മകളോ വിശ്വാസികളോ ഒന്നും തന്നെ ഇല്ല. ഇവിടുത്തെ ആളുകൾ യേശുവിനെക്കുറിച്ച് കേട്ടിട്ടുള്ളവരുമല്ല. അതുകൊണ്ട് ഇവിടെ ആരും സഹായിക്കുവാൻ പോലും ഇല്ല. ഇവിടെ വന്നാൽ പട്ടിണി കിടക്കേണ്ടി വരും. അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ. നീ അതുകൊണ്ട് തൽക്കാലം നോർത്ത് ഇന്ത്യയിലേക്ക് വരണ്ട, കേരളത്തിൽ തന്നെ നിന്ന് പ്രവർത്തിച്ചാൽ മതിയെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ ഹൃദയം ആത്മഭാരത്താൽ വളരെയധികം വീർപ്പുമുട്ടി. ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ നോർത്ത് ഇന്ത്യയിലേക്ക് പോകുവാൻ സഹായിക്കണമേ എന്ന്. അങ്ങനെ ഇരിക്കവെയാണ് ഞാൻ ഒരു ദൈവദാസനിൽ കൂടെ അറിഞ്ഞു, ചെങ്ങന്നൂർ പുത്തങ്കാവിൽ നിന്ന് ഒരു സഹോദരി തൻ്റെ ഭർത്താവ് മഹാരാഷ്ട്രയിൽ ബീഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുവാനായിട്ട് തീരുമാനമായിരിക്കുന്നു. വേണമെങ്കിൽ അവരോട് സംസാരിച്ചാൽ ഒരുപക്ഷെ അവരുടെ കൂടെ പോകുവാൻ മഹാരാഷ്ട്രയിൽ ചെന്ന് ചേരുവാൻ സഹായമാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോവുകയും ആ സഹോദരിയെ കണ്ട് കാര്യങ്ങളൊക്കെയും പറഞ്ഞു സംസാരിച്ചു. അങ്ങനെ അപ്പോൾ അവർ സമ്മതിച്ചു. അങ്ങനെ താല്പര്യമെങ്കിൽ എൻ്റെ കൂടെ പോര്, ഞാൻ വീടെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് കുറേയധികം ദൂരമുണ്ട്. നിങ്ങളുടെ ജ്യേഷ്ഠൻ ജോലി ചെയ്യുന്ന സ്ഥലം 120 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലമാണത്. അതുകൊണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും പോകുവാൻ ജ്യേഷ്ഠനെ അറിയിച്ചാൽ ഒരു പക്ഷേ വന്ന് കൊണ്ടുപോകും. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിലെത്തി അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും അവിടെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും ചെയ്യുവാനുള്ള സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സമ്മതിച്ചു. ഞാൻ അവരുടെ കൂടെ വീടെന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുവാനിടയായി തീർന്നു. അവരുടെ ഭർത്താവ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ സ്ഥലത്തെങ്ങും ഒരു കൂട്ടായ്മയോ ഒരു ആത്മീയ പ്രവർത്തനങ്ങളോ സുവിശേഷകരോ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ അദ്ദേഹവും അവിടെ ഒരു കൂട്ടായ്മയൊന്നുമില്ലാതെ ഏകനായി അങ്ങനെ ഒരു വിശ്വാസ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കാരണം അവിടെ എങ്ങും പോയി പ്രവർത്തിക്കുവാൻ ആളില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്നത് മുഖാന്തരം അവർക്ക് വളരെ സന്തോഷമായി. കാരണം
ഇവിടെ പ്രവർത്തിക്കുവാൻ ഒരു താല്പര്യമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ആ സ്ഥലത്ത് എത്തിയല്ലോ എന്നുള്ളത് വെച്ച് ഞാൻ അവിടെ കുറേ ദിവസം അവരുടെ കൂടെ പാർക്കേണ്ടതായിട്ട് വന്നു. കാരണം എൻ്റെ ജ്യേഷ്ഠൻ ഈ 120 കിലോമീറ്റർ ദൂരമാണ് സ്ഥലത്താണ് താമസിക്കുന്നതും ജോലി ചെയ്യുന്നതും. അവിടെ നിന്ന് അദ്ദേഹത്തിന് ലീവ് കിട്ടുന്ന ദിവസം മാത്രമേ ഇവിടേക്ക് വരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ലെറ്റർ എഴുതി, ഞാൻ ഈ സ്ഥലത്ത് ഇങ്ങനെ വന്ന് പാർക്കുന്നു, എന്നെ വന്ന് കൊണ്ടുപോകണമെന്ന്. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ വന്നു, എന്നെയും കൂട്ടിക്കൊണ്ട് പർലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയി. ഞാൻ ജ്യേഷ്ഠനോട് ആവശ്യപ്പെട്ടത് എനിക്ക് തൽക്കാലം ഇവിടെ നിൽക്കേണ്ടതിനായിട്ട് ഒരു ജോലി വേണം, ആ ജോലി ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ സുവിശേഷീകരണം ചെയ്യാം. സ്വന്തം ചെലവിന്മേൽ അധ്വാനത്തിൽ കൂടെ വേല ചെയ്യണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ആ സമയത്ത് താല്പര്യമായി. കാരണം ഒരു സംഘടനയോ മറ്റൊരു വ്യക്തിയോ അന്ന് സഹായിക്കുവാനായിട്ടില്ല. ആരോടും ചോദിക്കുവാനും പറയാനും ഇല്ലതാനും. ആര് സഹായിക്കും, ആരോട് പറയും? അങ്ങനെയൊന്നും സഹായങ്ങളില്ലാതിരിക്കുന്ന സ്ഥാനത്ത് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട്, ജോലി ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയാൽ കുറേ നാൾ നല്ലതാണ് എന്ന് ഞാൻ തീരുമാനിച്ചാണ് ഒരു ജോലിക്ക് വേണ്ടി ആവശ്യപ്പെട്ടത്. അങ്ങനെ അദ്ദേഹം എനിക്ക് ഒരു ജോലി തരപ്പെടുത്തി തന്നു. അവിടെ തെർമൽ പവർ സ്റ്റേഷൻ്റെ വർക്ക് നടക്കുന്ന സമയമാണ്. എലിക്കോൺ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ എനിക്ക് ഒരു ജോലി ശരിയാക്കി തന്നു. ഞാനങ്ങനെ ജോലിയിൽ പ്രവേശിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ വീടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വന്നു ചേർന്ന ആ ഭവനത്തിലെ സാറ് ചെറിയാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എനിക്ക് ലെറ്റർ അയച്ചു. ചാക്കോയ്ക്ക് സന്തോഷമെങ്കിൽ ഈ സ്ഥലത്ത് വന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വന്ന് ഒരു കൂട്ടായ്മ നടത്തുകയും നമുക്ക് ഒരുമിച്ച് ഇവിടെ ആളുകളെ കാണുകയും സുവിശേഷം അറിയിക്കുകയൊക്കെ ചെയ്യാം, ഒരു ദിവസമെങ്കിലും അങ്ങനെ മാറ്റി വെക്കുവാനൊക്കുമെങ്കിൽ വരിക എന്ന്. ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഓരോ സ്ഥലങ്ങളിൽ എങ്ങനെ വേല തുടങ്ങുവാൻ, എങ്ങനെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകുവാൻ കഴിയും, അതിനായിട്ട് ദൈവത്തിൻ്റെ ഗൈഡൻസ് ഞാൻ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ലെറ്റർ എഴുതിയത്. ഞാൻ സന്തോഷത്തോടെ അദ്ദേഹത്തിന് ലെറ്റർ അയച്ചു. ഞാൻ വരാം, നമുക്ക് ഒരു ദിവസം പൂർണ്ണമായിട്ട് അതിനുവേണ്ടി മാറ്റിവെച്ച് ആളുകളെ കാണുകയും ഒരുമിച്ച് ഒരു കൂട്ടായ്മ ഉണ്ടാക്കുകയും ചെയ്യുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് അദ്ദേഹവും സന്തോഷമായി. കാരണം താൻ എൻ്റെ ഭാര്യയും വന്നതുകൊണ്ട് കുടുംബമായി കൂട്ടായ്മ ആചരിക്കുവാൻ ഒക്കുമല്ലോ എന്നുള്ളത്. അങ്ങനെ ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹവുമായി ഒരുമിച്ച് ഞങ്ങൾ പല ആളുകളെ കണ്ടുമുട്ടുകയും പല വീടുകൾ വിസിറ്റ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു കൂട്ടായ്മ അങ്ങനെ തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. അത് വളരെ സന്തോഷമായിരുന്നു. എല്ലാ ആഴ്ചയിലും ഞാൻ ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം പോകേണ്ടത്. എങ്കിലും എനിക്കത് സുവിശേഷത്തെ പ്രതി ഭാരമായി തോന്നിയില്ല. 120 കിലോമീറ്റർ ദൂരം ഞാൻ യാത്ര ചെയ്യേണ്ടതായി ഒരു ദിവസം ഒരു സൈഡിൽ തന്നെ 120 കിലോമീറ്ററാണ്. അങ്ങനെ തിരിച്ചും അത്രയും കിലോമീറ്റർ യാത്ര ചെയ്യണം. എന്നാൽ എനിക്കത് ഭാരം തോന്നാതിരുന്നതിൻ്റെ കാരണം ഞാൻ ഉറക്കളച്ചാണ് പോകുന്നത്. ശനിയാഴ്ച രാത്രിയിൽ 2 മണിക്ക് ബസ്സിൽ പർലിയിൽ നിന്ന് കയറിയിരുന്നാൽ ഏകദേശം 6:30-7 മണിയാകും ഞാൻ വീട്ടിലെത്താനായിട്ട്. അത്രയും നേരം ആ ബസ്സിൽ, അന്നത്തെ ലോക്കൽ ബസ്സുകളാണ്, ആ ബസ്സിൽ തന്നെ ഇരുന്ന് ആണ് പോകുന്നത്. വളരെയധികം കഷ്ടപ്പാടായിരുന്നു. അതുപോലെ തിരിച്ചു വരുമ്പോഴും അവിടെ നിന്ന് വൈകിട്ട് ബസ് കയറിയാൽ രാത്രിയിൽ ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴാണ് ചിലപ്പോൾ എത്തിച്ചേരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഡ്യൂട്ടിക്ക് പോവുകയും വേണം. ഇങ്ങനെയുള്ള ബദ്ധപ്പാടൊന്നും തന്നെ എനിക്കൊരു ബദ്ധപ്പാടായിട്ട് തോന്നിയില്ല. കാരണം ക്രിസ്തുവിൻ്റെ സുവിശേഷം നിമിത്തം എന്തും സഹിക്കുവാൻ ഞാൻ തയ്യാറായിരുന്നു. ദൈവകൃപയാൽ ഞങ്ങളുടെ ആരംഭിച്ച ആ വീട്ടിലെ കൂട്ടായ്മ സന്തോഷമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഭവം ദൈവം മുമ്പോട്ട് നടത്തുവാൻ ഇടയാക്കി തീർത്തു. അങ്ങനെയാണ് വീടെന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഭ, ദൈവസഭ ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഞാൻ ഇനിയും അടുത്ത ഒരു എപ്പിസോഡ് പോലെ മറ്റ് സ്ഥലങ്ങളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവനാമം മഹത്വം.